അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫാത്തിഹ സൂറത്ത് തെറ്റില്ലാതെ ഓതണം എന്ന് അറിയാത്തവരായി ആരും ഉണ്ടായിരിക്കില്ല. നിസ്കാരത്തിലാണെങ്കിൽ ഫാത്തിഹ സൂറത്തിലെ ഒരു അക്ഷരം ഒരു ഹറക്കത്തിനോ പിഴവ് പറ്റിയാൽ നിസ്കാരം തന്നെ ബാത്തിലായി പോകും എന്നും അറിയാം. എന്നാൽ ഭൂരിപക്ഷം ആളുകളും എന്ന് തന്നെ പറയാം. നിസ്കാരത്തിൽ അല്പം ഒന്ന് ശ്രദ്ധിക്കും. നിസ്കാരത്തിലല്ലാത്ത മറ്റ് പരിപാടികളിലുള്ള ഫാത്തിഹ ഓത്തിൽ, ചെറിയ സൂറത്തുകളുടെ ഓത്തിലൊക്കെ അക്ഷരശുദ്ധിയില്ലാതെയും ഹർക്കത്തുകളെ വിട്ടുകൊണ്ടും തെറ്റിച്ചുമാണ് ഓതുന്നത്. ഈ കാര്യം ഒരു നല്ല ശ്രദ്ധ എല്ലാവരും കൊടുക്കാതിരുന്നാൽ നമ്മളുടെ ധാരാളം അമലുകൾ ബാത്തിലായി പോകും എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫാത്തിഹ സൂറത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതുമ്പോൾ പലപ്പോഴും അത് പ്രബലമായ സുന്നത്താണ്. പക്ഷേ ശൈത്വാനിർ റജീം എന്ന് ഓതും, തോനി റജീം എന്ന് ഓതും വകാരമായിട്ട്. അതിനുശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും ഓതും. അങ്ങനെയല്ല വേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ്. വായയ്ക്ക് പിന്നെ അവിടെ ഒരു കൂർപ്പിക്കലൊന്നും വേണ്ട ആവശ്യമില്ല. റജീം എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. റാഇനെ തഫ്ഖീം ചെയ്യണം, വണ്ണിക്കണം, വായ നിറച്ച് ശബ്ദം ഉണ്ടാക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് വാഴ കോഴി എന്ന് പറയുന്ന ഒരു അവിടെ വരാൻ പാടില്ല. അതേപോലെ തന്നെ പലർക്കും വരുന്നൊരു തെറ്റുണ്ട്. റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ എന്നോതും. റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ശ്വാസം നിർത്തി പിന്നെ മറ്റായത്ത് മാലിക് യൗമിദ്ദീൻ ഓതുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അല്ലെങ്കിൽ പിന്നെ റഹ്മാനിർ റഹീമി എന്നുള്ള മീമിൻ്റെ കസറ് കൊടുത്തിട്ട് വസിലാക്കി ഓതാം. റഹ്മാനിർ റഹീമി മാലിക് യൗമിദ്ദീൻ എന്ന് ഓതും. നമ്മൾ അതൊന്നും ചെയ്യാതെ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ എന്ന് ഓതും. അതേപോലെ തന്നെ ഇയ്യാക നഅ്ബുദു ഇയ്യാക എന്നുള്ള ഹംസ കഴിഞ്ഞ് പിന്നെ വയ്യാക്ക എന്ന് ഓതും. ഇയ്യാക നഅ്ബുദു വയ്യാക്ക, അല്ലെങ്കിൽ വൈ എന്നറിയും. വൈ ഇംഗ്ലീഷിൽ വൈ എന്തിന് എന്നുള്ള അർത്ഥം പോലെ വയ്യാക്ക എന്ന് ഓതും. അപ്പോൾ കഴിഞ്ഞിട്ട് ഈ ഹംസൻ്റെ ഹൽക്കിൻ്റെ ഇവിടുന്ന് വരുന്ന ഹംസ ഇയ്യാക്ക എന്ന് പലപ്പോഴും പറയാറില്ല. ഇയ്യാക്ക നസ്തഈൻ എന്ന് തന്നെ ഓതണം. പിന്നെ ഇഹ്ദിന സിറാത്ത എന്നുള്ളത് ഹംസ ഇവിടുന്ന് എടുക്കണം. അതിന് പകരം പലരും യഹ്ദിന എന്ന് ഓതും. അത് ചിലർ കുറച്ച് സൂക്ഷ്മത ഉള്ള ആളുകൾ ഹംസ ആവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹംസക്ക് സുക്കൂന് കൊടുത്തിട്ട് ഉഹ്ദിന എന്ന് ഓതും. ഉഹ്ദിന അതും തെറ്റാണ്. ഫാത്തിഹ ശരിയാവില്ല. ഉഹ്ദിന. പിന്നെ സുറാത്ത എന്നുള്ളതിന് ചിലർക്ക് കിട്ടുമല്ലോ, സാദ് കിട്ടാൻ സുറാത്ത എന്ന് തോന്നും. സുറാത്ത ഇതിനെ സുറാത്ത. പിന്നെ അതേപോലെ തന്നെയാണ് സാദിന് കസറിട്ടിട്ട് തുടങ്ങുന്ന സിറാത്തല്ലദീന. സിറാത്ത അതിനും സുറാത്തല്ലദീന എന്ന് തോന്നും. സുറാത്തല്ലദീന അൻഅംത. പിന്നെ അൻഅംത അവിടെ അന്നംത എന്ന് ഓതുന്ന ആളുകളുണ്ട്. അന്നംത അലൈഹിം എന്ന് ഓതും. തെറ്റാണ്. ആ ഫാത്തിഹ ബാത്തിലാവും. അൻഅംത എന്ന് ഓതും. അൻഅംത. പിന്നെ അലൈഹിം ഗൈരിൽ മഗ്ദൂബി ഗൈരിൽ എന്ന് ഓതും. ഗൈരി അത് ഒകാരമാണ്. ചുണ്ട് കൂർപ്പിച്ചിട്ട് അതും തെറ്റാണ്. ഗൈരി. മഗ്ദൂബി എന്നുള്ളടത്ത് ചിലവർ മഖ്ദൂബി എന്ന് ഓതും. ഖാ വരും. മഗ്ദൂബി അലൈഹിം അവിടെ മീമിന് ചുണ്ട് പൂട്ടാതെ വാവ് പറയുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അലൈഹിം എന്ന് ഓതും. അലൈഹിം വലദ്ദാലിൻ എന്ന് ഓതാ മീമും പോയി വാവും പോയി. അലൈഹിം വലദ്ദാലീൻ എന്ന് ഓതണം. ഇത്രയും കാര്യങ്ങൾ, ഇനി ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഞാനിതൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. പൊതുവേ നമ്മൾ കുടിയിരിക്കലെങ്കിലും എല്ലാ പരിപാടിക്കും നമ്മൾ ഫാത്തിഹ ഓതും, പിന്നെ ചെറിയ സൂറത്തുകൾ ഓതും. ആ ചെറിയ സൂറത്തിൻ്റെ കാര്യം പിന്നെ പറയാം. ഇതൊന്ന് ഓർമ്മയാക്കിയതാണ്. എൻ്റെ കടമ കഴിച്ചു എന്ന് മാത്രം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതിരുന്നാൽ ഒരല്പം സമയമേ കൂടുതലുള്ളൂ. എന്നാലും നമ്മൾ ആ ചെയ്യുന്ന അമല് വൃത്തിയായി ചെയ്യാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിൻ്റെ അടുത്ത് മഹത്തായ കൂലിയും കിട്ടും. ഇല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ എതിരായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മൾ പെട്ടുപോകും. അള്ളാഹു കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.